ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നേനു വ്ളോഗിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും അല്ലേ. ഷെരീഫ് ഉണ്ടല്ലോ, അപ്പോൾ അവരിട്ടിട്ട് നല്ല തൈ കൊണ്ട് നിൽക്കാൻ കേട്ടോ. അവരിങ്ങോട്ടും പറയുന്നുണ്ട് അങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ നേനു വ്ളോഗ് എന്നുള്ളത് അവർ ഗൾഫിലാണ് കേട്ടോ. ഒരു മോനും മോളും ഗൾഫിലും, അതേമാതിരി തന്നെ വൈഫും ചെറിയ മോനും നാട്ടിലാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ചൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. വേർപിരിഞ്ഞിക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ നെയ്നു എന്നുള്ളതുണ്ടല്ലോ മോളെ പേരാണ് കേട്ടോ. നെയ്നു എന്ന് പറഞ്ഞാൽ മോളുണ്ടല്ലോ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള എല്ലാം ഒരു മോളാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുണ്ടല്ലോ ഒരു വീഡിയോസ് കാണാൻ നല്ല രസമാണ്. മോളെ കാര്യങ്ങൾ മോള് കാട്ടിൽ നിന്നൊക്കെ കാണാൻ കേട്ടോ. ആരോപ്പനെ അടിക്കണതും വഴിക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കിട്ടും. അതായത് ഈ വീഡിയോസ് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഈ വീഡിയോസ് മാത്രം നിങ്ങൾ കാണണം. ഇത് എന്റെ റിക്വസ്റ്റ് ആണ്, പിന്നെ നാനുവിന്റെ റിക്വസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പറയാൻ പോണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യത്തിൽ പെട്ട ഒരു 20 ദിറം സ്പെഷ്യൽ. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഊരിപ്പാഞ്ഞ രാത്രിയിലെ കഥകളല്ല പറയാൻ പോണത്. തമാശ അവൾ ഇംഗ്ലീഷൊക്കെ നല്ല സംസാരിക്കും കേട്ടോ. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അതൊക്കെ കാണാനും ഞാനും പോലെ വീഡിയോസ് കാണല് കേട്ടോ. മോളെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ അദ്ദേഹം ഉണ്ടല്ലോ, അവർ കുറച്ച് കുട്ടികളോടാണെങ്കിലും കുട്ടികളെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും കുറച്ച് തെറിവാക്കും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അതൊട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് വേറെ കാര്യം. ഭയങ്കര തെറിവാക്കായിരിക്കും കേട്ടോ. മക്കളോടൊന്നും പറയേണ്ട കാര്യങ്ങളായിരിക്കില്ല അവർ വഴുന്ന് വരുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും കേട്ടോ. കുഞ്ഞു മക്കളല്ലേ, അവരെല്ലാം മനസ്സിലാക്കി വെക്കൂലേ. അപ്പോൾ ഹസ്ബൻഡും 2 മക്കളും ഗൾഫിലും, ഒരു വൈഫും ഒരു ചെറിയ മോനും നാട്ടിലുമാണ് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ ഷെരീഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാല് എന്താ വിശേഷം, സുഖല്ലേ? നമ്മളെ പാത്തിയില്ലേ, പാത്തി ഇപ്പൊ കടന്ന് തൂറിക്കൊണ്ടിരിക്കുക. ആകെ കയ്യിന്ന് പോയിക്കണു മൂപ്പരാളത്. വലിയ അടിയിലേ സാജിദാന്റെ വലിയ രക്ഷകനായിട്ട് ഒന്നാണ്ട് ഇറങ്ങി കളിച്ചു നോക്കിയതാ മോനെ. ഇപ്പൊ സാജിദി ഇല്ല, സാജിദാന്റെ ഫോളോവേഴ്സും ഇല്ല, സപ്പോർട്ടേഴ്സും ഇല്ല, ആരും ഇല്ല. ഓൻ ശരിക്കും അങ്ങോട്ട് പഠിച്ചു. ഈ ഞാൻ ഫാത്തിയുടെ ഈ വിഷയം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പലർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എന്താ അറിയോ, ഓലെ ജീവിതകാലത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നു? അതൊരു ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഇഷ്യൂ അല്ലേന്ന് അങ്ങനെ നിസാരാക്കി തള്ളണ്ട. ഒരു 4 കൊല്ലമായിട്ട് ഈ പെണ്ണ് അനുഭവിക്കുന്ന അത്രയും കഠിനമായിട്ടുള്ള പീഡനങ്ങളാണ് ഇവൻ കാരണം. ഒരു പെണ്ണും അനുഭവിക്കാത്ത വേദനകളാണ് ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ വിട്ട വീഡിയോസിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത്, ഓള് ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഓള് കുട്ടികളെ ഓനെ രക്ഷിക്കുക, ഓനെ ശിക്ഷിക്കണ്ട, ഓന് കുട്ടികളെ ഇടങ്ങാറാവും എന്നൊക്കെ പറഞ്ഞു എന്നറിയില്ലേ. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഞാനത് പറയില്ല വിചാരിച്ചതാ. ഈ നാറി പറഞ്ഞിട്ടുള്ളൂ, കുട്ടികൾ അഥവാ ഇന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുട്ടികൾ അഥവാ എന്റെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പിടിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ലാതെ ആക്കുന്നു. മനസ്സിലായോ? എന്നാ പോലും നിനക്ക് തരൂല. ഇതും അവൻ്റെ മോൻ തന്നെയല്ലേ, അവനെ നോക്കണ്ട, അവൻ്റെ അവകാശമില്ലേ, ഇവർ രണ്ടുപേരും എന്തിനും അങ്ങനെ നോക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നേ. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് ഷെരീഫ് പറയുന്നുണ്ട്, കേട്ടോക്കിയേ. ഷെരീഫിനെ എന്താ ഇപ്പൊ ഇതിൽ റീച്ച് ഉണ്ടാക്കേണ്ട കാരണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ മിഞ്ഞാന്നൊരു കഥ പറഞ്ഞിരുന്നല്ലോ, എന്റെ വൈഫിനെ 27 മിനിറ്റ് വിളിച്ച് കാര്യത്തിൽ ഞങ്ങൾ സംസാരിച്ചു എന്നുള്ളതൊക്കെ. അപ്പോ അത് സത്യമാണോ അല്ലേ എന്നുള്ളതും തെളിയിച്ചാൻ വേണ്ടിയിട്ട് ഓൻ ഏർപ്പാടാക്കി ഒരുത്തി വിളിച്ചതാ. സംഗതി പാളി. നിങ്ങൾ അതൊന്ന് കേക്ക്. ഒരു 4 മിനിറ്റ് ഞാനൊന്ന് സൈലന്റ് ആകുക, നിങ്ങളൊന്ന് കേക്ക്. ഓക്കെ. അപ്പം അങ്ങേർക്കും ഇൻസ്റ്റയില് പോയിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ട് 2-3 മെസ്സേജ് ഇട്ടിട്ടാകുമ്പോ അതിൽ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു, എന്താ ഇങ്ങനെ ഒരു പ്രശ്നം എന്താ, നമുക്കറിയില്ലല്ലോ, നമ്മളിപ്പോഴാ വീഡിയോസ് കാണുന്നതൊക്കെ. ഞാനിപ്പോഴാട്ടോ ആദ്യം കാണുന്ന ഷെരീഫിന്റെ വീഡിയോ ആണ്. പിന്നെ കണ്ടത് ഷെരീഫിന്റെ വീഡിയോ കണ്ടിട്ടാകുമ്പോ ആണ് മറ്റേ ആളുടെ വീഡിയോയും കൂടി യൂട്യൂബിൽ തപ്പിയെടുത്ത് ഞാൻ നോക്കിയതൊക്കെ. പിന്നെ നോക്കിയത് ആദ്യം ഷെരീഫ് അല്ല ഇട്ടിക്കണേ, ഷെരീഫിന്റെ മുമ്പ് വേറെ ആളുകൾ ഇട്ടിക്കണം. ഞാൻ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളെ ഞാൻ പറഞ്ഞുതരാം. കൈസ് ഈ വിഷയത്തിന് വേണ്ടിയിട്ട് കുറെ ഇട്ടതാ. പക്ഷെ അന്നൊന്നും ആരിലേക്കും അങ്ങനെ ഇത് വലിയ ചർച്ചാ വിഷയമായില്ല. കാരണം ഈ പെണ്ണിനോട് ഒരു വട്ടം സംസാരിച്ചു നോക്ക്, നിങ്ങൾ കരഞ്ഞു പോകും അത് അനുഭവിച്ച വേദന എത്രയെന്നുള്ളത്. ഈ കുട്ടികളെയും വെച്ചിട്ട് കാണിക്കുന്ന പട്ടി ഷോ ആണ് എല്ലാന്നാ വിചാരിച്ചിരിക്കുന്നത്. അതൊക്കെ ഇവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ രൂപങ്ങൾ അറിഞ്ഞാണ്ടല്ലോ നിങ്ങൾ കാർക്കിച്ച് തുപ്പും. അന്നേ ഇന്നങ്ങൾ ശരി വെക്കുള്ളൂ. പക്ഷെ പിന്നെ ഒരു കാര്യം എന്താ അറിയോ,
എനിക്കുണ്ടല്ലോ ഈ പെണ്ണിന്റെ ഉമ്മാടി ഒരു ദ്വാ എനിക്ക് എന്തായാലും ഉണ്ടാവും. കാരണം ഓർക്കറിയാം സത്യം എന്താണെന്നുള്ളതും. കാരണം ഒന്നുമല്ല, ഞാൻ തീരുമാനിക്കാൻ ഞാൻ പടച്ചോനൊന്നുമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം 1000 ആള് ശരിയാന്ന് പറഞ്ഞാലും ശരി, ഷെരീഫ് തെളിവോടുക്കനെ ഇതെല്ലാം കണ്ടുകുണിച്ചെങ്കിൽ ഒരിക്കലും ഷെരീഫ് അത് ശരി വെക്കൂല. കാരണം എന്താ അറിയോ, ഈ 1000 ആള് പോയിക്കോട്ടെ, 1000 ആളിനെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കും. അത് ഇവൻ സാജിദാക്ക് വേണ്ടി മറ്റേ സപ്പോർട്ട് മോശക്കാരനാക്കിയില്ലേ. അപ്പൊ ഇവൻ നിൽക്കുന്ന സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ബാക്കി കൂടി കേക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ഒരു ഫോളോവേഴ്സ് ആണ്. അത് നിങ്ങൾ തമ്മിൽ നിങ്ങളാണ് ഇതാണ് അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. എപ്പോഴും കുട്ടിയുടെ ഒരു ഫോട്ടോ വീഡിയോസ് ഇടുന്ന അത് കണ്ടിട്ട് ഫോളോ ചെയ്തതാണ്. അപ്പം അങ്ങനെ കണ്ട ഒരാളാണ്. അപ്പം എന്താ ഇതിന്റെ സത്യാവസ്ഥ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ? ഈ മൂന്നാമതൊരാൾ വീഡിയോ ഇട്ട് അതിൽ റീച്ചാക്കുന്ന, അതിൽ ഇതാക്കുന്ന, അതിന്റെ ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളും ഒരു കമന്റ് ഇടുമ്പോൾ നമുക്കും അറിയണ്ടേ. നമുക്ക് തോന്നിയൊരു കമന്റ് ഇടുന്ന നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയരുത്. കാരണം നിങ്ങൾക്കാണെങ്കിലും ഇനി മുന്നോട്ട് പോകുന്നില്ലെങ്കിലും ഒക്കെ അത് നിങ്ങളുടെ കഴിഞ്ഞ ചാപ്റ്ററാണ് അല്ലേ. അത് മൂന്നാമതൊരാള് ഇതിലിട്ടിട്ടാവുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൂടിക്കൊണ്ടേ പോകത്തുള്ളൂ. അതല്ലേ ശരിയല്ലേ? എന്താണെങ്കിലും യൂട്യൂബിൽ വരുന്ന വീഡിയോസിന്റെ പിറകെ തന്നെ നിങ്ങൾ പോണത്. യൂട്യൂബിൽ എത്രത്തോളം വീഡിയോസ് വരും ഇതിലൊക്കെ. യൂട്യൂബിന്റെ വീഡിയോസിന്റെ പിറകെ പോയിന്ന് മാത്രമല്ല, യൂട്യൂബിന്റെ വീഡിയോസ് എന്നല്ല, അതിൽ ഞാൻ കമന്റ് ഇട്ടപ്പോ എനിക്ക് തിരിച്ചും റിപ്ലൈ ഇട്ടു ഷെരീഫ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഈ നമ്പർ തന്നെ ആളോട് ചോദിക്കുക, അവർ പറയുന്നത് വിശ്വസിച്ചോളൂ. എനിക്കത് തിരുത്താനും താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന്റെ പിറകെയാണ്. അപ്പൊ ഇനിയിപ്പോ ഇങ്ങോട്ട് അല്ല, ഇന്ന് വീണ്ടും വന്നു. അപ്പൊ ഒരു വരാൻ കാരണം ഈ ഷെഫീഖിന്റെ ഹസ്ബൻഡ് എന്തിനാ ഷെരീഫിനെതിരെ ആദ്യം വീഡിയോ ഇട്ട് ഷെഫീഖ് അല്ലേ. അപ്പൊ ഈ ഷെഫീഖ് വീഡിയോ ഇട്ടോണ്ട് ഷെരീഫ് അതിന് പകരം ഇട്ടു. അപ്പൊ അവർ ഷെഫീഖ് എന്നാ പറഞ്ഞത്, ഷെഫീഖ് ഹസ്ബൻഡിന്റെ പേര്. അപ്പൊ ഇവർ തമ്മിലുള്ള ഇവരെന്നെ തീർക്കണം. ഇതിലിപ്പോ എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ യൂട്യൂബ് കാണാൻ പോലെ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാ, വീട്ടിൽ പോവാ, മോന്റെ കാര്യങ്ങൾ നോക്കാം. ഞാനും ഒരു ഡ്യൂട്ടിയിൽ തന്നെയുള്ളതാണ്. പക്ഷെ ഞാൻ എന്തെന്നറിയോ, ഇന്ന് ഞാൻ വിളിക്കാൻ കാരണം വെച്ചെങ്കിൽ ഇന്ന് ഷെരീഫ് പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ ഹസ്ബൻഡുമായിട്ട് ഇനി ഒരുമിച്ച് ജീവിക്കുന്നില്ല, പക്ഷേ മക്കൾക്ക് അത് ബാധിക്കുന്നുള്ളതുകൊണ്ട് കേസും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഹസ്ബൻഡിന് മിഞ്ഞാന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താ എന്ന് പറയുമ്പോൾ പറഞ്ഞു നിങ്ങൾ തലേന്ന് വിളിച്ചായിരുന്നു, പിന്നെ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ വിളിച്ചത്. ഇതിൽ രണ്ടിൽ ഏതാ ശരി എന്നുള്ളത് അറിയാൻ വേണ്ടി. ഷെരീഫ് പറയുന്നതാണോ ശരി, അതോ മറ്റൊരാളെ ചാപ്റ്റർ അല്ലേ? ഇതിലിപ്പോ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ഇതിപ്പോ ഞാൻ ആൾക്കാരെ വീഡിയോസ് കാണുന്നുണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ കാണുന്നില്ലെന്നല്ല, ഇതൊരു പ്രത്യേക തരം ഒരു സംഭവം ആയതുകൊണ്ട് വിളിച്ച് ചോദിക്കുന്നുള്ളൂ. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അതിന്റെ പുറകെ നടന്നിട്ട് എന്തിനാ അവനവന്റെ സമയം കളയുന്നത്? അല്ലെങ്കിൽ അവൻ അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയ ആളാണ്. ഇത് രണ്ടാളും ഇമ്പോർട്ടന്റ് ആളായിട്ടില്ലെങ്കിൽ ഇതൊരു പുറത്ത് എവിടെയോ കിടക്കുന്ന ഒരു പ്രശ്നം. എന്തിനാ അതിന്റെ പുറകെ പോണേ? പുറകെ പോയിന്നല്ല, ഞാൻ ഒരു കമന്റ് ഇട്ടോണ്ടാണ് ഇന്ന് വീണ്ടും ഷെരീഫിന്റെ വീഡിയോയിൽ അത് പറഞ്ഞപ്പോ രണ്ടാൾക്കാരുടെയും പറയുന്ന ഇത് 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടിയത്. ഷെരീഫിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഷെരീഫിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചത്. കാരണം വെച്ചെങ്കിൽ എന്തിനെ ആളാണെങ്കിലും ഒരു മൂന്നാമതൊരാൾ, നിങ്ങളുടെ ആണെങ്കിൽ ആദ്യം ആണെങ്കിൽ റീസെന്റ് ആകുന്ന എന്തിനാണ്? ഒരാളൊന്നല്ല, ഞങ്ങൾക്കിടയിൽ 10,000 ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഒരാളെ യൂട്യൂബിൽ എന്നല്ല ആദ്യമായിട്ട് വരുന്നത്. ഇതിന്റെ മുമ്പ് എത്ര ആൾക്കാരെ യൂട്യൂബിൽ ഞങ്ങൾ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഷെരീഫിന്റെ വീഡിയോയിലാണ്. ഫസ്റ്റ് ടൈം കമന്റ് ഇടുന്നതും ഷെരീഫിന്റെ വീഡിയോസിൽ തന്നെയാണ്. എനിക്ക് ഒരൊറ്റ കാര്യം കിട്ടിയാൽ മതി. ഞാൻ നിങ്ങൾ അയാൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് വീണ്ടും ജീവിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പൊ ഇന്നലെ ഷെരീഫ് പറഞ്ഞു, ഇന്നിട്ട് ഷെരീഫിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അയാളൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇതിലേതാ ശരി? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, എന്റെ പേഴ്സണൽ മാറ്റർ ഒരു പരിചയമില്ലാത്ത ഒരാളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓള് പോയി, ഞാൻ ചെറിയെടുത്തന്ന തുളച്ചളാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള നമ്പറൊക്കെ കണ്ടുപിടിച്ചു. പറയുന്ന കാര്യം തന്നെയാണ് ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരാളും ചെയ്യരുത്. അപ്പോൾ അത് ഭയങ്കര തെറ്റ് തന്നെയാണ് ഇല്ലേ.